വയനാട്ടിൽ ഹർത്താൽ ഇപ്പോൾ പൂർണ്ണമാണ്. കൽപ്പറ്റയിൽ UDF പ്രവർത്തകർ KSRTC ബസ് തടഞ്ഞിട്ടുണ്ട്. വയനാട് കർണാടക അതിർത്തിയിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നു. തത്സമയ ദൃശ്യങ്ങളും വാർത്തകളുമായി ദീപക് മോഹൻ കൽപ്പറ്റയിൽ നിന്നും ചേരുന്നു. ദീപക്, എങ്ങനെ പുരോഗമിക്കുന്നു ഹർത്താൽ? അരുൺകുമാർ, ഹർത്താൽ പൂർണ്ണമാണ്. രാവിലെ മുതൽ തന്നെ കൽപ്പറ്റയിൽ ഹർത്താൽ അനുകൂലികൾ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നുണ്ട്. പക്ഷേ അവശ്യ സർവീസുകൾ കടത്തിവിടുന്നുണ്ട്. അല്പം മുൻപ് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ ആംബുലൻസ് തുടങ്ങിയ വാഹനങ്ങളെല്ലാം തന്നെ ഇവർ കടത്തിവിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൽപ്പറ്റയിലാണുള്ളത്. കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിൽ നിരനിരയായി കിടക്കുന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങളാണിത്. ഈ ദീർഘദൂര യാത്രകൾക്കായി എത്തിയ ആളുകളുണ്ട്. ഒപ്പം ഈ അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് വലിയ ടാങ്കറുകളും ലോഡുകളുമൊക്കെയായി വരുന്ന ആളുകളുണ്ട്. ഇവിടെ നമുക്ക് ഇവരോട് ചോദിക്കാം. ചേട്ടാ, ഹർത്താൽ എന്തിനാണെന്ന് അറിയോ? അറിയാതെ. എവിടുന്ന് വരുന്ന? കർണാടക. പോകുന്നത് കൊച്ചി. ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും തടഞ്ഞിരുന്നോ? ബത്തേരിയിൽ തടഞ്ഞു. കൽപ്പറ്റയിലാണ് ഇപ്പോൾ. കർണാടകയിൽ നിന്ന് കൊച്ചിയിലേക്ക് എന്താ ലോഡിലെന്താ? കാപ്പിയുമായി ലോഡ് പോകുന്ന ആളാണ്. രാവിലെ ആദ്യം മുതൽ തടഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. ബത്തേരിയിലും തടഞ്ഞു. അതായത് അതിർത്തി മേഖലകളിലൊക്കെ വലിയ തോതിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നുണ്ട്. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന മുത്തങ്ങ ചെക്ക് പോസ്റ്റ്, അതുപോലെ തന്നെ തോൽപ്പെട്ടി, ബാവലി തുടങ്ങിയ 3 ഇടങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ കൽപ്പറ്റയിൽ UDFിൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചുണ്ട്. 3 നിയോജക മണ്ഡലങ്ങളിലും, അതായത് വയനാട്ടിലെ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി തുടങ്ങിയ 3 നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ തപാൽ ഓഫീസിലേക്ക്, അതായത് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതിനുശേഷം CPMൻ്റെ, അതായത് LDFിൻ്റെ നേതൃത്വത്തിലും മാർച്ചുണ്ട്. കൽപ്പറ്റയിൽ ചുങ്കം ജംഗ്ഷനിലാണ് വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നത്. പോലീസുണ്ട്, അതുപോലെ തന്നെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. എന്താണ് ഇപ്പോൾ വയനാട് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല, അതിനെതിരെ ഒരു വലിയൊരു പ്രതിഷേധമാണല്ലേ? അല്ല, മേപ്പാടിയിലെ സാധാരണ പാവപ്പെട്ട ജനങ്ങൾ പ്രധാനമന്ത്രി അവിടെ വന്നപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത്. അവിടെ ചെറിയ കുട്ടികളും എല്ലാവരും നമ്മൾ പോലും രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ പോലും പ്രധാനമന്ത്രി വന്നപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയൊക്കെ മാറി നൂറുകണക്കിന് കുടുംബങ്ങൾ വാടക വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലും ജീവിക്കുന്ന അവരെല്ലാം ഇപ്പോൾ ഡിപ്രഷനിൽ പോയി എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുമ്പോൾ ഒരു സഹായവും കൊടുക്കാതെ ഈ കാണിക്കുന്നത് തികച്ചും അവഗണനയാണ്. തികച്ചും പറയാം, കേരളം, ഇന്ത്യ, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ ജനങ്ങളെല്ലാം വാർത്ത കാണുന്നവരാണ്. തെലങ്കാനയിലും ആന്ധ്രയിലും ദുരന്തം ഉണ്ടായപ്പോൾ അവിടെയൊക്കെ കൊടുക്കാമെന്നും ഇവിടെ മാനദണ്ഡം വേറെ പറയുക എന്നുള്ളത് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ഹർത്താലാണ്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട്, BJP ഒഴിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് അനുകൂലമാണ്. ജനങ്ങൾ അനുകൂലമാണ്. നിങ്ങൾക്കറിയാം, രാവിലെ തന്നെ കടകൾ അടച്ചു. ജനങ്ങൾ സഹകരിക്കുന്ന ഒരു ഹർത്താലായിട്ടാണ് ഇത് കാണുന്നത്. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഹർത്താലാണ്. ഈ കർണാടകയിലേക്കുള്ള ദീർഘദൂര ബസ്സുകൾ, അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ടോ? ഇല്ല, ബസ്സുകൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ തന്നെ പാസഞ്ചർ വണ്ടികളൊക്കെ കുറച്ച് നേരം ഒന്ന് തടഞ്ഞ് നമ്മൾ കടത്തി വിടുന്നുണ്ട്. കാരണം അത് ബുദ്ധിമുട്ടിക്കില്ല. ലോറികളാണ് പിന്നെയും കുറച്ചൊക്കെ തടഞ്ഞു വെച്ചിട്ടുള്ളത്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു ഹർത്താലല്ല. ഇതൊരു ഗവൺമെൻറ്റിന് സൂചന എന്നുള്ള രീതിയിലുള്ള ഹർത്താലാണ്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം എങ്ങനെയായിരിക്കും? അല്ല, പ്രതിഷേധം ശക്തമായി പറ്റും. കാരണം വയനാട്ടിൽ മുൻകാല അനുഭവങ്ങൾ, സമരങ്ങൾ നടക്കുകയും ഒന്നും യാഥാർത്ഥ്യമാവാത്ത അവസ്ഥ പെടുത്ത ജനങ്ങൾ മുന്നിൽ. അതുകൊണ്ട് ഇത് അങ്ങനത്തെ ഒരു വിഷയമല്ല, ജനങ്ങളുടെ വിഷയമാണ്. കാരുണ്യം കിട്ടാൻ അതുകൊണ്ട് സംഘടിതമായിട്ടുള്ള സമരങ്ങളുണ്ടാവും വരും കാലങ്ങളിൽ. ഇവർ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടുകാർ വളരെ അനുഭാവപൂർവ്വം തന്നെയാണ് ഹർത്താലിനോട് സഹകരിക്കുന്നത്. അവശ്യ സർവീസുകൾ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആംബുലൻസ് അവർ കടത്തിവിട്ടു. അതുപോലെ തന്നെ ആശുപത്രി, എയർപോർട്ട് തുടങ്ങിയ ആവശ്യങ്ങളുമായി എത്തുന്ന യാത്രക്കാരെ കടത്തിവിടുന്നു. പക്ഷേ ഈ കൽപ്പറ്റയിലും മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലുമൊക്കെ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ LDFിൻ്റെയും UDFിൻ്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. കൽപ്പറ്റയിലുള്ളത് UDF പ്രവർത്തകരാണല്ലേ? അതെ, ഇപ്പോൾ നിലവിൽ കൽപ്പറ്റ ചുങ്കത്തെ UDF പ്രവർത്തകരാണ് വാഹനങ്ങൾ തടയുന്നത്. 10 മണിയോടുകൂടിയാണ് LDFിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ മാർച്ച് ഉണ്ടെന്ന് ജനജീവിതം വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടാതെ, തടസ്സപ്പെടുത്താതെ ഹർത്താലുകൾ നടക്കട്ടെ, പ്രതിഷേധങ്ങൾ നടക്കട്ടെ. അത് അവരുടെ പാർട്ടിയുടെ തീരുമാനമാണ്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് കേന്ദ്ര സഹായം നൽകുന്നില്ല എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് LDFിൻ്റെയും UDFിൻ്റെയും ഹർത്താൽ വയനാട് നടക്കുന്നത്. അപ്പോൾ വയനാട്ടിലേക്ക് ഇന്ന് പോകാൻ തീരുമാനിച്ചവർ നാളെ പോകുന്നതായിരിക്കും നല്ലത്.